ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു അനദർ ഓൺലൈൻ ക്ലാസ്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് നമ്മളുടെ 29ാമത്തെ ഓൺലൈൻ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞത് വ്യാപാര ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി അക്കൗണ്ടുകളെ 5 കാറ്റഗറികളാക്കി തരംതിരിച്ചിട്ടുണ്ട്. 1 അസറ്റ് ആസ്തികൾ, 2 ലയബിലിറ്റി ബാധ്യത, 3 ക്യാപിറ്റൽ മൂലധനം, 4 എക്സ്പെൻസസ് ചെലവുകൾ, 5 ഇൻകംസ് വരുമാനങ്ങൾ. ഡുവാലിറ്റി കോൺസെപ്റ്റ് അനുസരിച്ച് ഒരു ട്രാൻസാക്ഷനുകളിൽ 2 ആസ്പെക്റ്റുകൾ ഉൾപ്പെടുന്നു: റിസീവിംഗ് ആസ്പെക്ട്സ്, ഗിവിംഗ് ആസ്പെക്ട്സ്. റിസീവിംഗ് ആസ്പെക്റ്റിനെ ഡെബിറ്റ് എന്നും ഗിവിംഗ് ആസ്പെക്റ്റിനെ ക്രെഡിറ്റ് എന്നും പറയുന്നു. ഒരു ട്രാൻസാക്ഷൻ്റെ 2 ആസ്പെക്റ്റുകൾ അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തുന്നതിൻ്റെ സമ്പ്രദായമാണ് ഡബിൾ എൻട്രി സിസ്റ്റം. അതായത് ഒരു ട്രാൻസാക്ഷനുകളിൽ 2 അക്കൗണ്ടുകൾ ഉൾപ്പെടുന്നു. ഈ 2 അക്കൗണ്ടുകൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ 5 കാറ്റഗറികളിൽ ഏതെങ്കിലും ആയിരിക്കാം. ഒരു ട്രാൻസാക്ഷനിൽ ഉൾപ്പെട്ട ഈ 2 അക്കൗണ്ടുകൾ നേരത്തെ നമ്മൾ തരംതിരിച്ച 5 തരങ്ങളിൽ ഏതെങ്കിലുമാകാം. ഒരു ട്രാൻസാക്ഷൻ വ്യാപാരത്തിൽ സംഭവിക്കുമ്പോൾ ഈ 2 അക്കൗണ്ടുകളിൽ വർധനവോ കുറവോ ഉണ്ടാകാം. അക്കൗണ്ടുകളിലുള്ള വർധനവിൻ്റെയും കുറവിൻ്റെയും അടിസ്ഥാനത്തിലാണ് ആ ട്രാൻസാക്ഷനുകളുടെ അക്കൗണ്ടിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ തീരുമാനിക്കുന്നത്. അക്കൗണ്ടുകളുടെ ഡെബിറ്റും ക്രെഡിറ്റും തീരുമാനിക്കുന്നതിന് ചില റൂളുകളുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 4 അക്കൗണ്ടുകളുടെ ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും റൂളുകൾ കണ്ടു. 1 ആസ്തിയുടെ റൂള്. ആസ്തിയുടെ റൂള് എന്താണ്? ആസ്തിയുടെ റൂള്: increase in asset is debited and decrease in asset is credited. Increase in asset is debited and decrease in asset is credited. ആസ്തികളിലെ വർധനവിനെ ഡെബിറ്റ് ചെയ്യുന്നു, ആസ്തികളിലെ കുറവിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ലയബിലിറ്റിയുടെ റൂള്. ലയബിലിറ്റിയുടെ റൂൾ ഇതാണ്: ഡിക്രീസ് ഇൻ ലയബിലിറ്റി ഈസ് debited and increase in liability is credited. Decrease in liability is debited and increase in liability is credited. ബാധ്യതകളിലെ കുറവിനെ ഡെബിറ്റ് ചെയ്യുന്നു, ബാധ്യതകളിലുള്ള വർധനവിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ബാധ്യതകളിലുള്ള കുറവിനെ ഡെബിറ്റ് ചെയ്യുന്നു, ബാധ്യതകളിലുള്ള വർധനവിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. 3 ക്യാപിറ്റൽ. ക്യാപിറ്റലിൻ്റെ റൂള് ലയബിലിറ്റിയുടെ റൂളിന് തുല്യമാണ്. ആ റൂൾ എന്ന് പറയുന്നത് ഡിക്രീസ് ഇൻ ക്യാപിറ്റൽ ഈസ് ഡെബിറ്റഡ് ആൻഡ് ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ ഈസ് ക്രെഡിറ്റഡ്. ഡിക്രീസ് ഇൻ ക്യാപിറ്റൽ ഈസ് ഡെബിറ്റഡ് ആൻഡ് ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ ഈസ് ക്രെഡിറ്റഡ്. മൂലധനത്തിലെ കുറവിനെ ഡെബിറ്റ് ചെയ്യുന്നു, മൂലധനത്തിലെ വർധനവിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ചെലവുകളും നഷ്ടങ്ങളും. ഇതിൻ്റെ റൂള് ആസ്തിയുടെ റൂളിന് സമാനമാണ്. എന്താണ് ആസ്തിയുടെ റൂള്? ആസ്തിയുടെ റൂൾ ഇതാണ്: ഇൻക്രീസ് ഇൻ അസറ്റ് ഈസ് ഡെബിറ്റഡ് ആൻഡ് ഡിക്രീസ് ഇൻ അസറ്റ് ഈസ് ക്രെഡിറ്റഡ്. ആസ്തികളിലെ വർധനവിനെ ഡെബിറ്റ് ചെയ്യുന്നു, ആസ്തികളിലെ കുറവിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇതേപോലെ തന്നെയാണ് ചെലവുകളുടെയും നഷ്ടങ്ങളുടെയും റൂള്. റൂൾ ഇതാണ്: ഇൻക്രീസ് ഇൻ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ഈസ് ഡെബിറ്റഡ് ആൻഡ് ഡിക്രീസ് ഇൻ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ഈസ് ക്രെഡിറ്റഡ്. ഇൻക്രീസ് ഇൻ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ഈസ് ഡെബിറ്റഡ് ആൻഡ് ഡിക്രീസ് ഇൻ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ഈസ് ക്രെഡിറ്റഡ്. ചെലവുകളിലെയും നഷ്ടങ്ങളിലെയും വർധനവിനെ ഡെബിറ്റ് ചെയ്യുന്നു, ചെലവുകളിലെയും നഷ്ടങ്ങളിലെയും കുറവിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ചെലവുകളിലെയും നഷ്ടങ്ങളിലെയും വർധനവിനെ ക്രെഡിറ്റ് ചെയ്യുന്നു, ചെലവുകളിലെയും നഷ്ടങ്ങളിലെയും കുറവിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ അവസാനമായി നോക്കുന്നത്
ഇൻകംസ് ആൻഡ് ഗെയിൻസ് ഇതിൻ്റെ റൂളാണ്. നമ്മൾക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇൻകംസ് ഇതിൻ്റെ റൂളാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. റവന്യൂസ് ഓർ ഇൻകംസ്. ചിലപ്പോൾ ഒരു ട്രാൻസാക്ഷനുകളിൽ വരുമാനവുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകൾ ഉൾപ്പെടാം. വരുമാനവുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകൾ ചിലപ്പോൾ ട്രാൻസാക്ഷനുകളിൽ ഉൾപ്പെടാം. ഒരു ട്രാൻസാക്ഷൻ സംഭവിക്കുമ്പോൾ വരുമാനത്തിൻ്റെ അക്കൗണ്ടിൽ വർധനവോ കുറവോ ഉണ്ടാകാം. ഇങ്ങനെ വർധനവോ കുറവോ ഉണ്ടാകുമ്പോഴാണ് അവയുടെ ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ നിർണ്ണയിക്കുന്നത്. ഇവിടെ വരുമാനം അക്കൗണ്ടിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും നിർണ്ണയിക്കുന്നതിനുള്ള റൂളുകൾ, നിയമങ്ങൾ എന്താണ്? അതിൻ്റെ റൂൾ ഇതാണ്. 1. ഇൻക്രീസ് ഇൻ ഇൻകം ആൻഡ് ഗെയിൻസ് ഈസ് ക്രെഡിറ്റഡ്. ഇൻക്രീസ് ഇൻ ഇൻകംസ് ആൻഡ് ഗെയിൻസ് ഈസ് ക്രെഡിറ്റഡ് ആൻഡ് ഡിക്രീസ് ഇൻ ഇൻകംസ് ആൻഡ് ഗെയിൻസ് ഈസ് ഡെബിറ്റഡ്. ഇൻക്രീസ് ഇൻ ഇൻകംസ് ആൻഡ് ഗെയിൻസ് ഈസ് ക്രെഡിറ്റഡ് ആൻഡ് ഡിക്രീസ് ഇൻ ഇൻകംസ് ആൻഡ് ഗെയിൻസ് ഈസ് ഡെബിറ്റഡ്. വരുമാനങ്ങളിലെയും നേട്ടങ്ങളിലെയും വർധനവിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. വരുമാനങ്ങളിലെയും നേട്ടങ്ങളിലെയും കുറവിനെ ഡെബിറ്റ് ചെയ്യുന്നു. വരുമാനങ്ങളിലെയും നേട്ടങ്ങളിലെയും വർധനവിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. വരുമാനങ്ങളിലെയും നേട്ടങ്ങളിലെയും കുറവിനെ ഡെബിറ്റ് ചെയ്യുന്നു. വരുമാനം അക്കൗണ്ടിൽ സംഭവിക്കുകയാണെങ്കിൽ ഏതിനെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്? വർധനവിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. വരുമാനങ്ങളിലെയും നേട്ടങ്ങളിലെയും വർധനവിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. വരുമാനങ്ങളിലെയും നേട്ടങ്ങളിലെയും കുറവിനെ ഡെബിറ്റ് ചെയ്യുന്നു. അതായത് വർധനവിനെ ഡെബിറ്റ് ചെയ്യുന്നു, കുറവിനെ ഡെബിറ്റ് ചെയ്യുന്നു. അതായത് നമ്മൾ നേരത്തെ പഠിച്ച ലയബിലിറ്റിയുടെയും ക്യാപിറ്റലിൻ്റെയും റൂളിന് സമാനമാണ്. അവിടെ വർധനവിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു, കുറവിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. എക്സാമ്പിൾ നമുക്ക് പരിശോധിക്കാം. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹12,000. 12,000 രൂപ ക്യാഷിന് സാധനങ്ങൾ വിറ്റു. സോൾഡ് ഗുഡ്സ് കണ്ടാൽ നമ്മൾ രേഖപ്പെടുത്തേണ്ടത് ഏതൊക്കെയാണ്? സോൾഡ് ഗുഡ്സ്, പർച്ചേസ്ഡ് ഗുഡ്സ് അല്ലെങ്കിൽ ബോട്ട് ഗുഡ്സ് എന്ന് നമ്മൾ കണ്ടാൽ എഴുതേണ്ട അക്കൗണ്ട് പർച്ചേസ് അക്കൗണ്ടാണ്, പർച്ചേസസ് അക്കൗണ്ട്. അതേസമയം സോൾഡ് ഗുഡ്സ് എന്ന് നമ്മൾ കണ്ടാൽ എഴുതേണ്ട അക്കൗണ്ട് ഏതാണ്? സെയിൽസ് അക്കൗണ്ട്. അങ്ങനെയെങ്കിൽ 12,000 രൂപ ക്യാഷിന് സാധനങ്ങൾ വിറ്റു എന്നാണെങ്കിൽ ഏതാണ് 2 അക്കൗണ്ട്? സാധനങ്ങൾ വിൽക്കുമ്പോൾ ബിസിനസ്സിലേക്ക് എന്ത് കയറി വരും? ഒന്ന് ക്യാഷ് കയറി വരും. 2 സോൾഡ് ഗുഡ്സ് നമ്മളെ സംബന്ധിച്ച് എന്താണ്? സെയിൽസ് അക്കൗണ്ടാണ്. സോൾഡ് ഗുഡ്സ് അതായത് സെയിൽസ് അക്കൗണ്ട്. ഇവിടെ ക്യാഷ് അസറ്റ് അക്കൗണ്ടാണ്. അതേസമയം സെയിൽസ് അത് എന്താണ്? നമ്മളെ സംബന്ധിച്ച് വരുമാനമാണ്. വിൽപ്പന എന്ന് പറഞ്ഞാൽ വരുമാനമാണ്. ഇൻകത്തിൻ്റെ ഏറ്റവും നല്ല ഒരു എക്സാമ്പിളാണ് സെയിൽസ് അക്കൗണ്ട്. സാധനങ്ങൾ 12,000 രൂപ ക്യാഷിന് വിൽക്കുമ്പോൾ ക്യാഷ് എന്ന അസറ്റ് വർദ്ധിക്കുന്നു. അതോടൊപ്പം സെയിൽസ് എന്ന വരുമാനവും വർദ്ധിക്കുന്നു. അസറ്റിലുള്ള വർധനവിനെ ഡെബിറ്റ് ചെയ്യണം. അതേസമയം ഇൻകത്തിൻ്റെ റൂൾ എന്താ? വർധനവിനെ ക്രെഡിറ്റ് ചെയ്യണം, കുറവിനെ ഡെബിറ്റ് ചെയ്യണം. ഇവിടെ സാധനങ്ങൾ 12,000 രൂപ ക്യാഷിന് വിൽക്കുമ്പോൾ ക്യാഷ് എന്ന അസറ്റ് വർദ്ധിക്കുന്നു. അതേസമയം സെയിൽസ് എന്ന വരുമാനവും വർദ്ധിക്കുന്നു. വരുമാനത്തിലുള്ള വർധനവിനെ ക്രെഡിറ്റ് ചെയ്യണം. രണ്ടാമത്തേത് റിസീവ്ഡ് റെൻ്റ് ₹500. 500 രൂപ റെൻ്റ് കിട്ടി. ഏതാണ് 2 അക്കൗണ്ട്? റിസീവ്ഡ് റെൻ്റ് കിട്ടി. ഏതൊക്കെ ഇവിടെ 2 അക്കൗണ്ട്? വാടക കിട്ടി എന്നാണെങ്കിൽ വരുമാനം കിട്ടിയെന്നാ. അങ്ങനെയാണെങ്കിൽ ഒന്ന് റെൻ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ റെൻ്റ് റിസീവ്ഡ് അക്കൗണ്ട് എന്നൊക്കെ എഴുതാം. റെൻ്റ് അക്കൗണ്ട് എന്നോ റെൻ്റ് റിസീവ്ഡ് അക്കൗണ്ടോ എന്ന് എഴുതാം. റെൻ്റ് കിട്ടുമ്പോൾ ബിസിനസ്സിലേക്ക് എന്ത് കയറി വരും? ക്യാഷ് എന്ന അസറ്റ് കയറി വരും. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട്. റെൻ്റ് അക്കൗണ്ട് ഇവിടെ എന്താണ്? വരുമാനമാണോ ചെലവാണോ? ചെലവ് എങ്ങനെ തീരുമാനിക്കുക? പണം പുറത്തേക്ക് പോകുന്നു. വരുമാനമോ?
പണം അകത്തേക്ക് വരുന്നു. ഇവിടെ റെൻ്റ് കിട്ടി എന്ന് പറഞ്ഞാൽ 500 രൂപ നമ്മുടെ ബിസിനസ്സിലേക്ക് പണം കയറി വരുന്നു. അതുകൊണ്ട് റെൻ്റ് അക്കൗണ്ട് ഇവിടെ വരുമാനമാണ്. അതേസമയം ക്യാഷ് അക്കൗണ്ടോ അത് നമ്മളെ സംബന്ധിച്ച് അസറ്റാണ്. റെൻ്റ് കിട്ടുമ്പോൾ വരുമാനം വർദ്ധിക്കുമോ കുറയുമോ? വരുമാനം വർദ്ധിക്കുന്നു. അതോടൊപ്പം ക്യാഷ് എന്ന അസറ്റും വർദ്ധിക്കുന്നു. എന്താ റൂള്? വരുമാനത്തിൻ്റെ റൂൾ എന്താണ്? വരുമാനത്തിൻ്റെ റൂള് വർധനവിനെ ക്രെഡിറ്റ് ചെയ്യണം, കുറവിനെ ഡെബിറ്റ് ചെയ്യണം. ഇൻക്രീസ് ഇൻ ഇൻകംസ് ആൻഡ് ഗെയിൻസ് ഈസ് ക്രെഡിറ്റഡ് ആൻഡ് ഡിക്രീസ് ഇൻ ഇൻകം ആൻഡ് ഗെയിൻ, ഇൻകംസ് ആൻഡ് ഗെയിൻസ് ഈസ് ഡെബിറ്റഡ്. വരുമാനങ്ങളിലും നേട്ടങ്ങളിലുമുള്ള വർധനവിനെ ക്രെഡിറ്റ് ചെയ്യുന്നു, വരുമാനങ്ങളിലും നേട്ടങ്ങളിലുമുള്ള കുറവിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഇവിടെ വരുമാനത്തിൽ വർധനവാണ്, അതുകൊണ്ട് വരുമാനത്തിലുള്ള വർധനവിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അതേസമയം ക്യാഷ് എന്ന അസറ്റ് വർദ്ധിക്കുന്നു, അസറ്റിലുള്ള വർധനവിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. റിസീവ്ഡ് ഇൻട്രസ്റ്റ്, പലിശ കിട്ടി, പലിശ കിട്ടി. റിസീവ്ഡ് ഇൻട്രസ്റ്റ്, പലിശ കിട്ടി. എന്താ രണ്ട് ഘടകങ്ങൾ ഇവിടെ? നേരത്തെ നമ്മൾ കണ്ടു, നേരത്തെ കണ്ടത് വാടക കിട്ടി. വാടക കിട്ടി പറഞ്ഞാൽ ക്യാഷ് കിട്ടി, വരുമാനം കിട്ടി, അല്ലേ? അങ്ങനെയെങ്കിൽ ഇവിടെ എന്താ വരിക? റിസീവ്ഡ് ഇൻട്രസ്റ്റ്, പലിശ കിട്ടി. പലിശ 10,000 രൂപ പലിശ കിട്ടി എന്നാണെങ്കിൽ ബിസിനസ്സിലേക്ക് ക്യാഷ് എന്ന അസറ്റ് കയറി വരും, അല്ലേ? അതോടൊപ്പം തന്നെ വരുമാനം, ഇൻട്രസ്റ്റ് എന്ന വരുമാനവും വർദ്ധിക്കുന്നു. അതുകൊണ്ട് ഇവിടെ വരുന്ന രണ്ട് അക്കൗണ്ട്, ഒന്ന് ക്യാഷ് അക്കൗണ്ട്, മറ്റൊന്ന് ഇൻട്രസ്റ്റ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് അസറ്റാണ്, ഇൻട്രസ്റ്റ് അക്കൗണ്ട് നമ്മളെ സംബന്ധിച്ച് ഇൻകമാണ്. റിസീവ്ഡ് ഇൻട്രസ്റ്റ്, പലിശ കിട്ടി. ഇവിടെ 10,000 രൂപ പലിശ കിട്ടുമ്പോൾ ക്യാഷ് എന്ന അസറ്റ് ബിസിനസ്സിലേക്ക് വരുന്നു, അതുകൊണ്ട് അസറ്റിൽ വർധനവുണ്ടാകുന്നു. അതേസമയം അസറ്റിൽ വർധനവുണ്ടാകുന്നതിനോടൊപ്പം തന്നെ ഇൻട്രസ്റ്റ് എന്ന വരുമാനവും വർദ്ധിക്കുന്നു. എന്താ റൂള്? ആസ്തികളിലുള്ള വർധനവിനെ ഡെബിറ്റ് ചെയ്യുന്നു. അതേ സ്ഥാനത്ത് ഇൻകത്തിൻ്റെ റൂള് വർധനവിനെ ക്രെഡിറ്റ് ചെയ്യുന്നു, കുറവിനെ ഡെബിറ്റ് ചെയ്യുന്നു. വർധനവിനെ ക്രെഡിറ്റ് ചെയ്യുന്നു, കുറവിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഇവിടെ വർധനവാണ്, അതുകൊണ്ട് ക്രെഡിറ്റ്. സോൾഡ് ഗുഡ്സ് ടു ഗോപി ₹5,000, 5,000 രൂപയ്ക്ക് കടത്തിന് ഗോപിക്ക് സാധനങ്ങൾ വിറ്റു. ഇവിടെ ഏതൊക്കെ രണ്ട് ആസ്പെക്ട്സ്? സോൾഡ് ഗുഡ്സ് കണ്ടാൽ ഏത് അക്കൗണ്ടാണ് എഴുതേണ്ടത് നമ്മൾ? യെസ്, സെയിൽസ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്. മറ്റൊന്നോ? ആർക്കാ വിറ്റത്? ഇവിടെ സാധനങ്ങൾ വെക്കുമ്പോൾ വരുമാനം വർദ്ധിക്കുന്നു, പക്ഷേ ഒരു അസറ്റ് കൂടി ഇവിടെ വർദ്ധിക്കുന്നു. ക്യാഷാണോ? അല്ല. ആരാ വർദ്ധിക്കുന്നത്? ഗോപി എന്ന ഡെപ്റ്ററാണ് വർദ്ധിക്കുന്നത്. അതുകൊണ്ട് സോൾഡ് ഗുഡ്സ് ടു ഗോപി എന്ന ഈ ട്രാൻസാക്ഷനിൽ ഉൾപ്പെട്ട രണ്ട് അക്കൗണ്ടുകൾ, ഒന്ന് ഗോപി അക്കൗണ്ട്, രണ്ട് സെയിൽസ് അക്കൗണ്ട്. ഗോപി അക്കൗണ്ട് ആരാണ്? ഗോപി സ്ഥാപനത്തെ സംബന്ധിച്ച് കടത്തിന് സാധനങ്ങൾ വാങ്ങുന്നത് വഴി നമ്മൾക്ക് പണം തരാനുള്ള വ്യക്തിയാണ് ഗോപി. അതുകൊണ്ട് ഇയാൾ ഡെപ്റ്ററാണ്. ഗോപിക്ക് സാധനങ്ങൾ വെക്കുമ്പോൾ ഗോപി എന്ന ഡെപ്റ്റർ എന്ന അസറ്റ് എന്തു ചെയ്യും? അത് വർദ്ധിക്കുകയാണ് ചെയ്യുക. ഗോപി അക്കൗണ്ട് അസറ്റാണ്, കാരണം അയാൾ ഡെപ്റ്ററാണ്. ആരാ ഡെപ്റ്റർ? ബിസിനസ്സിന് പണം തരാനുള്ള വ്യക്തിയാണ്. മറ്റൊന്ന് സെയിൽസ് അക്കൗണ്ട് എപ്പോഴും എന്താണ്? ഇൻകമാണ്. ഒരു വ്യാപാര സ്ഥാപനത്തിലെ ഏറ്റവും വലിയ വരുമാന ഐറ്റം എന്ന് പറയുന്നത് വിൽപ്പനയാണ്, വിൽപ്പന. ഗോപിക്ക് സാധനങ്ങൾ കടത്തിന് വെക്കുമ്പോൾ ഗോപി എന്ന ഡെപ്റ്റർ എന്ന അസറ്റ് വർദ്ധിക്കുന്നു. സ്ഥാപനത്തെ സംബന്ധിച്ച് ഗോപി എന്ന ഡെപ്റ്റർ എന്ന അസറ്റ് വർദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ സെയിൽസ് എന്ന വരുമാനവും വർദ്ധിക്കുന്നു. സെയിൽസ് എന്ന വരുമാനവും വർദ്ധിക്കുന്നു. ഇവിടെ അസറ്റിലുള്ള വർധനവിനെ ഡെബിറ്റ് ചെയ്യണം. അതേസമയം വരുമാനത്തിലുള്ള വർധനവിനെ എന്താ ചെയ്യേണ്ടത്? വരുമാനത്തിൻ്റെ റൂൾ എന്താണ്? വരുമാനത്തിലെയും നേട്ടങ്ങളിലെയും വർധനവിനെ ക്രെഡിറ്റ് ചെയ്യണം.
വരുമാനത്തിലെയും നേട്ടങ്ങളിലെയും കുറവിനെ ഡെബിറ്റ് ചെയ്യണം. ഇവിടെ വരുമാനത്തിലുള്ള വർധനവാണ്, അതുകൊണ്ട് വർധനവിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ക്രെഡിറ്റ്. റിസീവ്ഡ് കമ്മീഷൻ, കമ്മീഷൻ കിട്ടി. ഇതിൽ ഉൾപ്പെട്ട 2 അക്കൗണ്ടുകൾ ഏതാണ്? റിസീവ്ഡ് കമ്മീഷൻ, കമ്മീഷൻ കിട്ടി. യെസ്, ഒന്ന് ക്യാഷ് അക്കൗണ്ട്, 2 കമ്മീഷൻ അക്കൗണ്ട്. വേണമെങ്കിൽ കമ്മീഷൻ റിസീവ്ഡ് അക്കൗണ്ട് എന്നും നമുക്ക് എഴുതാം. റെന്റ് കിട്ടി, ക്യാഷ് അക്കൗണ്ട്, റെന്റ് റിസീവ്ഡ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് കിട്ടി, ക്യാഷ് അക്കൗണ്ട്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് അക്കൗണ്ട്. ഇങ്ങനെ എഴുതാവുന്നതാണ്. റിസീവ്ഡ് കമ്മീഷൻ ക്യാഷ് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് അസറ്റാണ്, കമ്മീഷൻ ഇൻകമാണ്. കമ്മീഷൻ കിട്ടുമ്പോൾ ക്യാഷ് എന്ന അസറ്റ് വർദ്ധിക്കുന്നു, അതേസമയം കമ്മീഷൻ എന്ന വരുമാനവും വർദ്ധിക്കുന്നു. റൂള് അസറ്റിലുള്ള വർധനവിനെ ഡെബിറ്റ് ചെയ്യണം, വരുമാനത്തിലുള്ള വർധനവിനെ ക്രെഡിറ്റ് ചെയ്യണം. സോൾഡ് ഗുഡ്സ് ടു സുരേഷ്, സുരേഷിന് സാധനങ്ങൾ വിറ്റു. നേരത്തെ കണ്ട ഉദാഹരണത്തിന് തുല്യമാണിത്. സോൾഡ് ഗുഡ്സ് ടു സുരേഷ്, സുരേഷിന് സാധനങ്ങൾ വിറ്റു. ഏതാണ് 2 അക്കൗണ്ടുകൾ? ഒന്ന് സെയിൽസ് അക്കൗണ്ട്, 2 സുരേഷ് അക്കൗണ്ട്. സോൾഡ് ഗുഡ്സ് എന്ന് കണ്ടാൽ നമ്മൾ എപ്പോഴും എന്ത് എഴുതണം? സെയിൽസ് അക്കൗണ്ട് എന്നാണ് രേഖപ്പെടുത്തേണ്ടത്. സെയിൽസ് അക്കൗണ്ട് വരുമാനമാണ്, സുരേഷ് നമ്മളെ സംബന്ധിച്ച അസറ്റാണ്, ഡെപ്റ്ററാണ്, ഡെപ്റ്റർ അസറ്റാണ്. സെയിൽസ് എന്ന വരുമാനത്തിൽ വർധനവുണ്ടാകുന്നു, അതോടൊപ്പം തന്നെ അസറ്റ് സുരേഷ് എന്ന ഡെപ്റ്റർ എന്ന അസറ്റിലും വർധനവുണ്ടാകുന്നു. വരുമാനത്തിലെ വർധനവിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു, അതേ സ്ഥാനത്ത് ആസ്തികളിലുള്ള വർധനവിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഗുഡ്സ് റിട്ടേൺഡ് ടു തോമസ്, തോമസിന് സാധനങ്ങൾ മടക്കി നൽകി. തോമസിന് സാധനങ്ങൾ മടക്കി നൽകി. ആർക്കാ സാധനങ്ങൾ മടക്കി നൽകുക? നമ്മൾ സപ്ലയർക്കാണ്. സപ്ലയർക്കാണ്. നമ്മൾ ആരിൽ നിന്നാണോ സാധനങ്ങൾ കടമായി വാങ്ങിയത്, അല്ലെങ്കിൽ ആരിൽ നിന്നാണോ നമ്മൾ സാധനങ്ങൾ വാങ്ങിയത്, അവർക്കാണ് നമ്മൾ സാധനങ്ങൾ മടക്കി നൽകുന്നത്. സപ്ലയർക്ക് സാധനങ്ങൾ മടക്കി നൽകി. ഗുഡ്സ് റിട്ടേൺഡ് ടു തോമസ്. ക്രെഡിറ്റർക്ക് സാധനങ്ങൾ മടക്കി നൽകി എന്നർത്ഥം. കടക്കാരന്, നമ്മൾ പണം നൽകാനുള്ള വ്യക്തിക്ക് സാധനങ്ങൾ മടക്കി നൽകി. ഗുഡ്സ് റിട്ടേൺഡ് ടു സപ്ലയർ കണ്ടാൽ നമ്മൾ എഴുതേണ്ട അക്കൗണ്ട് ഏത്? ഗുഡ്സ് റിട്ടേൺഡ് ടു സപ്ലയർ. പർച്ചേസ് റിട്ടേൺ, അതെ, പർച്ചേസ് റിട്ടേൺ എന്ന അക്കൗണ്ട്, പർച്ചേസ് റിട്ടേൺ. ശ്രദ്ധിക്കുക, ഗുഡ്സ് റിട്ടേൺഡ് ടു സപ്ലയർ, ആളുടെ പേര് മാറുന്നേ ഉള്ളൂ. തോമസ്, രാജു, സാബു ഇങ്ങനെ വരും. ഗുഡ്സ് റിട്ടേൺഡ് ടു തോമസ്, തോമസിന് സാധനങ്ങൾ മടക്കി നൽകി. ഉദാഹരണം, പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം തോമസ് ₹20,000. 20,000 രൂപയുടെ സാധനങ്ങൾ തോമസിൽ നിന്ന് വാങ്ങി. ഏത് 2 അക്കൗണ്ട്? പർച്ചേസ്ഡ് ഗുഡ്സ് കണ്ടാൽ പർച്ചേസ് അക്കൗണ്ട്, അതുപോലെ തന്നെ തോമസ് അക്കൗണ്ട്. തോമസ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ക്രെഡിറ്ററാണ്, നമ്മൾ പണം കൊടുക്കാനുള്ള ആളാണ്. അങ്ങനെ 20,000 രൂപയുടെ ക്രെഡിറ്റർ എന്ന ബാധ്യത വർദ്ധിക്കുന്നു. അങ്ങനെ അയാൾക്ക് 20,000 രൂപ കൊടുക്കാനുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് 1000 രൂപയുടെ സാധനങ്ങൾ എന്താണ്? കേടാണ്. ആ കേടായ സാധനങ്ങൾ നമ്മൾ ആർക്ക് തന്നെ മടക്കി നൽകും? തോമസിന് മടക്കി നൽകും. അങ്ങനെ തോമസിന് സാധനങ്ങൾ മടക്കി നൽകുമ്പോൾ ഈ മടക്കി നൽകിയ സാധനങ്ങളുടെ തുക എന്ത് ചെയ്യും? നമ്മൾ തോമസിന് നൽകാനുള്ള തുകയിൽ നിന്നും നമ്മളത് കുറയ്ക്കും, അല്ലേ? യെസ്. ഇനി നോക്കുക, ഗുഡ്സ് റിട്ടേൺഡ് ടു തോമസ്, തോമസിന് സാധനങ്ങൾ മടക്കി നൽകി. ഏതാ 2 ആസ്പെക്ട്സ്? ഒന്ന്, ഗുഡ്സ് റിട്ടേൺഡ് ടു തോമസ്, തോമസിന് സാധനം മടക്കി നൽകി. തോമസ് സപ്ലയർ, ക്രെഡിറ്റർ. മറ്റൊന്ന്, ഗുഡ്സ് റിട്ടേൺഡ് ടു സപ്ലയർ കണ്ടാൽ നമ്മൾ എഴുതേണ്ട അക്കൗണ്ട് ഏതാണ്? പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട്, പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട്. തോമസ് അക്കൗണ്ട് നമ്മളെ സംബന്ധിച്ച് ക്രെഡിറ്റർ ലയബിലിറ്റിയാണ്, ക്രെഡിറ്റർ ലയബിലിറ്റിയാണ്. അതേ സ്ഥാനത്ത് പർച്ചേസ് റിട്ടേണോ? പർച്ചേസ് റിട്ടേൺ നമ്മളെ സംബന്ധിച്ച് നേട്ടമാണ്, ഗെയിനാണ്. ഇൻകം ആൻഡ് ഗെയിൻ, ഗെയിനാണ്, നേട്ടമാണ്. ഇവിടെ തോമസിന് സാധനങ്ങൾ മടക്കി നൽകുമ്പോൾ തോമസ് എന്ന ക്രെഡിറ്ററോടുള്ള ബാധ്യത കൂടുമോ കുറയുമോ? ആലോചിക്കുക. 20,000 രൂപ തോമസിന് നമ്മൾ നൽകാനുണ്ട്. പക്ഷേ തോമസിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾ 1000 രൂപയുടേത് കേടാണ്. അങ്ങനെയെങ്കിൽ 1000 രൂപ അദ്ദേഹത്തിൻ്റെ തുകയിൽ നിന്ന് കുറയ്ക്കും.
അങ്ങനെയെങ്കിൽ ലയബിലിറ്റി ക്രെഡിറ്റർ എന്ന ബാധ്യത എന്ത് ചെയ്യും? കുറയുന്നു. ബാധ്യത കുറയുന്നു. പർച്ചേസ് റിട്ടേൺ നമ്മളെ സംബന്ധിച്ച് നേട്ടമാണ്. നേട്ടം എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. നേട്ടം വർദ്ധിക്കുന്നു. റൂൾ എന്താണ്? ലയബിലിറ്റിയുടെ റൂൾ എന്താണ്? വർധനവിനെ ക്രെഡിറ്റ് ചെയ്യണം, കുറവിനെ ഡെബിറ്റ് ചെയ്യണം. കുറവിനെ ഡെബിറ്റ് ചെയ്യണം. അതുകൊണ്ട് തോമസ് ലയബിലിറ്റി ഡിക്രീസ് ഡെബിറ്റ്. പർച്ചേസ് റിട്ടേൺ ഗെയിൻ ഇൻക്രീസ്. എന്താ ഇൻകത്തിൻ്റെ റൂള്? വരുമാനങ്ങളിലെയും നേട്ടങ്ങളിലെയും വർധനവിനെ ക്രെഡിറ്റ് ചെയ്യണം, വരുമാനങ്ങളിലെയും നേട്ടങ്ങളിലെയും കുറവിനെ ഡെബിറ്റ് ചെയ്യണം. ഇവിടെ വർധനവാണ്, അതുകൊണ്ട് ക്രെഡിറ്റ്. റിസീവ്ഡ് ഇൻട്രസ്റ്റ് പറഞ്ഞേ. ഇൻട്രസ്റ്റ് കിട്ടി. 1 റെൻ്റ് അക്കൗണ്ട്, 2 ക്യാഷ് അക്കൗണ്ട്. റെൻ്റ് അക്കൗണ്ട് ഇവിടെ വരുമാനമാണ്, ഇൻകമാണ്. ക്യാഷോ അസറ്റ് അക്കൗണ്ടാണ്. റെൻ്റ് കിട്ടുമ്പോൾ ക്യാഷ് എന്ന അസറ്റും കൂടും, റെൻ്റ് എന്ന വരുമാനവും കൂടുന്നു. റെൻ്റ് എന്ന വരുമാനം വർദ്ധിക്കുന്നു, ക്യാഷ് എന്ന അസറ്റും വർദ്ധിക്കുന്നു. റൂള് വരുമാനത്തിലുള്ള വർധനവിനെ ക്രെഡിറ്റ് ചെയ്യുന്നു, അതേ സ്ഥാനത്ത് അസറ്റിലുള്ള വർധനവിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഇതുവരെ നമ്മൾ കണ്ട റൂള് വേണമെങ്കിൽ ഇതുപോലെ ചുരുക്കി നമ്മൾക്ക് എഴുതാവുന്നതാണ്. എന്താ റൂള്? അസറ്റ് വർധനവിനെ ഡെബിറ്റ് ചെയ്യുന്നു, കുറവിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ലയബിലിറ്റി കുറവിനെ ഡെബിറ്റ് ചെയ്യുന്നു, വർധനവിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ക്യാപിറ്റൽ കുറവിനെ ഡെബിറ്റ് ചെയ്യുന്നു, വർധനവിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. എക്സ്പെൻസസ് ആൻഡ് ലോസസ് വർധനവിനെ ഡെബിറ്റ് ചെയ്യുന്നു, കുറവിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇൻകംസ് ആൻഡ് ഗെയിൻസ് കുറവിനെ ഡെബിറ്റ് ചെയ്യുന്നു, വർധനവിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇൻകംസ് ആൻഡ് ഗെയിൻസ് കുറവിനെ ഡെബിറ്റ് ചെയ്യുന്നു, വർധനവിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഒരേപോലെയുള്ളത് ഏതൊക്കെയാണ്? 1 വർധനവ് ഡെബിറ്റ് ചെയ്യുന്നത് 2 എണ്ണം. 1 ആസ്തിയും ചെലവിൻ്റെയും റൂള് ഒരുപോലെയാണ്. ആസ്തിയുടെയും ചെലവുകളുടെയും റൂള് ഒരുപോലെയാണ്. അവിടെ വർധനവിനെ ഡെബിറ്റ് ചെയ്യുന്നു, കുറവിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അതേ സ്ഥാനത്ത് ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, ഇൻകംസ് ആൻഡ് ഗെയിൻസ് ഈ 3 എണ്ണത്തിൻ്റെയും റൂള് ഒരുപോലെയാണ്. അവിടെ കുറവിനെ ഡെബിറ്റ് ചെയ്യുന്നു, വർധനവിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഈ റൂള് നിർബന്ധമായും നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കേണ്ടതാണ്. അടുത്ത ദിവസം മുതൽ ട്രാൻസാക്ഷനുകളിലെ ഡെബിറ്റും ക്രെഡിറ്റും ഒരു സംശയവുമില്ലാതെ പറയാൻ നിങ്ങൾക്ക് കഴിയണം. അതിന് നിങ്ങൾ ഈ റൂള് കാണാതെ പഠിച്ചിരിക്കണം. ഈ വീഡിയോ നിങ്ങൾ 2 or 3 പ്രാവശ്യം കാണുക. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് വിളിച്ച് അറിയിക്കുക. അതോടൊപ്പം ഇതിലുള്ള കാര്യങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക. അതിൻ്റെ ഫോട്ടോ എടുത്ത് നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക.